ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഒന്ന് കണ്ടോക്കിയാലോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ദോശയും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അയില ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മത്തി ഇട്ടിട്ടൊന്ന് തേങ്ങ ഒക്കെ നല്ല അരച്ചടിപൊളിയായിട്ട് കറി വെച്ചിട്ടോ. അപ്പോൾ ഈ അയിലൻ്റെ തലം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ അയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വറുത്തെടുക്കും വേണം. പിന്നെ നമുക്ക് നല്ല അടിപൊളി ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അത് ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടിച്ചക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ എൻ്റെ അനിയത്തിയൊക്കെ ഇന്നലെ വന്നപ്പോൾ അവൾ കൊടുന്നതാണ്, അവളെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ കൊടുന്ന് തന്നതായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു വലുതന്നെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതുതന്നെയാണ് ഒന്ന് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇടിച്ചക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ചിലവരൊക്കെ ഇതിങ്ങനെ വലിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ആ തൊലി കളഞ്ഞിട്ട് അങ്ങനെ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് അതിലേറെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേവിക്കുമ്പോഴാണ് കേട്ടോ. മറ്റേത് നല്ല ഉടഞ്ഞു പോയിട്ട് അതിൻ്റെ ഒരു ഇത് കിട്ടൂലല്ലോ. നമ്മൾ ഇടിച്ചൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇനി എല്ലാവരും ഇങ്ങനെ കുക്കറിലൊക്കെ ഇട്ട് വെക്കണോലാണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കൊണ്ട് കേട്ടോ. എനിക്ക് എന്ത് ഉപ്പേരിയാണെന്നുണ്ടെങ്കിലും വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ബീൻസും പയറൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ചെയ്യുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ചിലവർ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിടുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനിതുപോലെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണെങ്കിലോ നല്ല ഒരു ഇടിച്ചക്കയാണ് കേട്ടോ. നല്ല കരിക്കല്ല അതിനും. പിന്നെ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ കുരുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ കുക്കറിലിട്ടിട്ട് അതിലൊരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എരിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലവർ പച്ചമുളകൊന്നും ഇടൂല. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും പിന്നെ കുറച്ച് വെച്ചിട്ട് ഒരു ഫിസിലും അടിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടിയുടെ ഓരോരോ ദുൽമുകളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ പുറത്തടുപ്പിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അലക്കാളത് മിഷ്യത്തിലിട്ടിട്ട് അത് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കുക്കർ ഫിസിലൊക്കെ അടിച്ച് പിന്നെ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വന്ന് തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കിട്ടിയതായതുകൊണ്ടാണോ എന്തോന്ന് അറിയില്ല, നല്ലൊരു മിനുസുള്ളൊരു ഇടിച്ചക്ക കേട്ടോ, നല്ല ടേസ്റ്റും. പിന്നെ നമ്മൾ കൂർക്കി ഇതൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ അത്യാവശ്യത്തിന് എണ്ണയും ഉള്ളി അല്ലെങ്കിൽ കടുകൊക്കെ വെച്ചിട്ട് ഇത് തോന ഉണ്ടാകുമ്പോൾ കുറച്ച് എണ്ണ അധികം വെക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അത് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിതിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിരുന്നു കേട്ടോ. അടി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഓവർ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഉപ്പൊക്കെ പള്ളിയിൽ പോയി വന്നിട്ട് പിന്നെ അത് അവരിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ചോറ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓള് പഴത്തിരുന്നിട്ട് ചോറൊക്കെ തിന്നാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇപ്പം ഓനൊക്കെ ചോറൊക്കെ തിന്നൽ കഴിഞ്ഞ് പിന്നെ ഓലൊക്കെ അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്ത് പോയി കടന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്കും പിന്നെ എൻ്റെ മോളെ കൂട്ടുകാരത്തിയോള് 2 വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്ക് ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഉപ്പും ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിരുമ്പിയെടുക്കണം കേട്ടോ. ചെറിയ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുത്തിട്ട് പിന്നെ മൈദയും പിന്നെ ഒരു 3 സ്പൂൺ അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള കടലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക. ഉള്ളിയിൽ പെട്ടെന്ന് വെള്ളം കയറും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം ഈ പൊടികളും ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് തിരുമ്പിയെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കൈയൊന്ന് നനച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ഉള്ളി വേണം കേട്ടോ. കുറേ പൊടികളായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തു കേട്ടോ. പിന്നെ അതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കുറേ നേരം വെക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിയല്ലേ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങും എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിതാ അത് പെട്ടെന്ന് തന്നെ എടുത്ത് ഇതാക്കിയിട്ട് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത്
ഇതിക്ക് പെട്ടെന്ന് പരത്തി ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തട്ടെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതിലിങ്ങനെ വട്ടത്തിൽ പരത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നാൽ പിന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയതിനെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിടാൻ. മറ്റേ നമ്മൾ കയ്യിൽ വെച്ചൊക്കെ ആക്കുമ്പോൾ ഓരോന്ന് ഇടുമ്പോൾ അതൊന്നും മൂത്ത് കിട്ടൂല, മറ്റേത് അതിൻ്റെ ഒപ്പമായി കിട്ടൂല. ഇതിപ്പോൾ 4 ഒപ്പിട്ട് കൊടുത്താൽ 4 ഒരേപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഞാനത് 4 അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ ആ തട്ടിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഭാഗം ഇങ്ങനെ മൂത്ത് വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നിങ്ങൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തട്ടിൽ എണ്ണയൊക്കെ തടവിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ അത് ഉള്ളിവടയൊക്കെ മൂത്ത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാനതൊക്കെ വാങ്ങിയിട്ട് മറ്റേതൊക്കെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ച കടികളൊക്കെ കുറേ ആയിട്ട് ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ 1-2 ഒക്കെ കടി കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നല്ലാതെ വീട്ടിൽ കുറേ ആയിട്ട് ഇങ്ങനെ പൊരിച്ച കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എണ്ണ മെഴുക്കൊന്നും അധികം കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇതാ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ചായയൊക്കെ ആയി അവർക്ക് ഞാൻ ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങി ചെടിയൊക്കെ ഒന്ന് നനക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സീനികയാണ് കേട്ടോ ഇത്. പിന്നെ അവിടെ കടലാസ് ചെടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെടികളൊക്കെ ഉണ്ടാക്കട്ടെ. എനിക്ക് ഈ പൂവുകളൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മളെ വീടിൻ്റെ ഉമ്മറത്തൊക്കെ പൂവുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെടികളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്